ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല നാടൻ കോഴിക്കറി വെക്കുവാണ്. അത് നല്ല സ്കിന്നോട് കൂടിയ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടി നാടൻ കോഴിക്കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 3 കിലോ ചിക്കനാണിത്. ഇതിലോട്ട് ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ഉപ്പും മഞ്ഞളൊക്കെ അതിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. വേറെ മസാലയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ഒന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു അരമണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ചേക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമ്മൾ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അടുപ്പത്ത് തന്നെ വെച്ച് തയ്യാറാക്കുവാണ്. കുക്കറിൽ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. കുക്കറിലിട്ട് വേവിക്കുവാണെങ്കിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. പക്ഷെ നമ്മളിന്ന് അടുപ്പത്ത് വെച്ചാണ് തയ്യാറാക്കുന്നത്. 4 സവോള അരിഞ്ഞത് നമ്മൾ ആദ്യമേ തന്നെ എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുവാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവോള നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് സവോള പാകത്തിന് തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ നമ്മൾ വഴറ്റിയെടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടുന്ന ഒരു പാകം വരെ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളിയുടെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടണം. തക്കാളിയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറി കിട്ടുവോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. 2 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തോരം കറിക്ക് ചാറ് വേണോ അതിനനുസരിച്ച് വെള്ളം നമ്മൾ ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ്. മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലൊരു മൂത്ത മണം വന്നു കഴിഞ്ഞാൽ നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രേവി കൂടി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് ഏകദേശം ഒന്ന് കുറുകി വരും. അന്നേരം വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളൊരു 1.5 കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മൾ കഷ്ണമെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ പീസെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കറക്റ്റ് പാകത്തിനാണ് ഗ്രേവി ഉള്ളത്. ശരിക്കും കഷ്ണങ്ങളെല്ലാം ഒന്ന് മുങ്ങി കിടക്കണം. അതാണ്
ചാറിൻ്റെ കണക്കെന്ന് പറയുന്നത്. ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇനി നല്ലപോലെ തിളച്ച് വെന്ത് കഴിഞ്ഞാൽ ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഈ ചാറിൻ്റെ കൂടെ മിക്സ് ആയിക്കോളും. അപ്പോൾ കറക്റ്റ് പാകത്തിന് നമുക്ക് ചാറ് കിട്ടും. ഇനി മൂടി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ചാറ് കൂടി വന്നിട്ടുണ്ട്. ഈ ചാറ് ഇനി പറ്റി വരാവുന്നതേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക. നമ്മുടെ ചിക്കൻ നല്ലപോലെ ചാറ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയും ചാറ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നല്ലപോലെ പറ്റിച്ചെടുക്കണമെങ്കിൽ കുറച്ച് നേരം തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്താൽ മതി. താനെ പറ്റി വന്നോളൂ. ചിക്കൻ നന്നായിട്ടൊന്ന് വേവാനുള്ള താമസം മാത്രമേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയാകാനായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ നാടൻ കോഴിക്കറിയൊക്കെ വെക്കാം. വളരെ ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ ഗ്രേവിക്കാണ് ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ചെറുതായിട്ട് ചാറൊക്കെ പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇതുപോലെ എണ്ണ തെളിയുന്നത്. നന്നായിട്ട് തന്നെ വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ കറി പാകത്തിനായിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ്. നല്ല പിടിയുടെ കൂടെയോ കള്ളപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഏറ്റവും ലാസ്റ്റായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാം. ചാറൊക്കെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ഗ്രേവിയാണ്. ഇത് ബിരിയാണിക്ക് വരെ ഈ ചിക്കൻ കറി സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ. അതുപോലെ തന്നെ നാടൻ കോഴിക്കറി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി വെക്കാൻ പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ അടുപ്പത്തുനിന്ന് വാങ്ങുവാണ്. ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.